നമുക്കിത് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഈ ലൈറ്റില് 4 ചോക്കും ഒരു ഇതിന്റെ ലൈറ്റിന്റെ ഇതാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഈ 4 ഈ ഡ്രൈവ് ഉണ്ട്. അപ്പൊ ഒരെണ്ണം 50 വാട്ട്, അങ്ങനെ ഇത് 200 വാട്ടിന്റെ ഫ്ലഡ് ലൈറ്റ് ആണത്. അതേപോലെ ഇത് 100 വാട്ടിന്റെ ഫ്ലഡ് ലൈറ്റ്. ഇതിൽ 2 ചോക്കാണുള്ളത്. അപ്പൊ ഇത് 2 ചോക്കിന്റെ ഔട്ട്പുട്ടാണ് ഈ ലൈറ്റിലേക്ക് പോകുന്നത്. ഇതിൽ 4 ചോക്കിന്റെ 200 വാട്ടിന്റെ 4 ചോക്കിന്റെ ഔട്ട്പുട്ടാണ് വരുന്നത് ഈ ലൈറ്റിലേക്ക്. അപ്പൊ 4 സെക്ഷനായിട്ട് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇത് 50 വാട്ടിന്റെ, ഇത് ഈ ചെറുത് 50 വാട്ടിന്റെയാണ്. ഇതില് ഒരു ചോക്കേ ഉള്ളൂ. ഇത് ഒരു 50 വാട്ടിനുള്ള ലൈറ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മള് ഇതിപ്പോ വലിയത് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. കണ്ട ഓഫ് ചെയ്ത്. അപ്പൊ ഇതില് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ഇതേപോലെയുള്ള ലൈറ്റുകളിൽ പകുതി കത്തൂല, ഈ 2 സൈഡ് കത്തും, ഈ ഇപ്പുറത്തെ 2 സൈഡ് കത്തും, സെന്റർ കത്തൂല. അപ്പൊ നമ്മോർക്കും ഈ ലൈറ്റ് പോയിട്ടുണ്ടാകും, ഇതിന്റെ ഈ ഡ്രൈവ് അല്ലെങ്കിൽ ചോക്ക് വർക്കിംഗ് ആണെന്ന് വിചാരിക്കും. പക്ഷെ അതല്ല ശരിക്കും. ഇതിപ്പോ 4 ചോക്ക് ആയതുകൊണ്ട് ഒരു ചോക്ക് പോയി കഴിഞ്ഞാൽ ഒരു സൈഡ് കത്തില്ല. അത് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിത് ഇപ്പൊ തെളിയിച്ചു നോക്കിയത്. അപ്പൊ അതേപോലെ ഇതും അങ്ങനെ തന്നെയാണ്. ഒന്ന് തെളിയിച്ചു നോക്കാം. ലൂസായിട്ടാണ്. അതേപോലെയാണ് ഇത് പകുതി കത്തിയില്ലെങ്കിൽ ഒരു ചോക്ക് പോയിട്ടുണ്ടാകും. അതേപോലെ ഒരു സൈഡ് കത്തിയില്ലെങ്കിൽ ഇതിന്റെ ലൈറ്റിന് കംപ്ലൈന്റ് ഉണ്ടാകും. അപ്പൊ നമ്മൾ പെട്ടെന്ന് തന്നെ വിചാരിക്കും ഒറ്റ ചോക്കിലാണ് ഇത് വർക്ക് ചെയ്യണമെന്ന്. പക്ഷെ ഒറ്റ ചോക്കിലല്ല. ഇത് 50 വാട്ടിന്റെ, അതാണ് ഇത് 50 വാട്ട്, ഇത് 100 വാട്ട്, ഇത് 200 വാട്ട്. ഇപ്പൊ ഈ 50 വാട്ടിൽ ഒരു ചോക്കും, 100 വാട്ടില് 2 ചോക്കും, 200 വാട്ടില് 4 ചോക്കും ഉണ്ട്. അതേപോലെ ലൈറ്റ് ഡിവൈഡ് ചെയ്താണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ അതൊന്ന് കാണിക്കാം. അതിൽ ഡിവൈഡ് ചെയ്ത് കണക്ട് ചെയ്തേക്കണമെന്ന് കാണിക്കാം. 100, 150, 200. ചിലതിൽ ഇത് കത്താതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ചോക്ക് ചിലപ്പോൾ പോയത് കൊണ്ടായിരിക്കും കത്താതെ വരുന്നത്. കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ ലൈറ്റ് ഒരെണ്ണം പോയി കഴിഞ്ഞാൽ ഈ സെക്ഷൻ കത്തൂല. ഇത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് ഓപ്പൺ ചെയ്തത്.